ജോലിക്ക് കൂലി എന്നത് ഏതൊരാളുടെയും അവകാശമാണ്. കൂലിപ്പണിക്ക് പോയാലും വൈകുന്നേരമായാൽ കൂലി കിട്ടും. എന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ടും ₹1 പോലും ശമ്പളം കിട്ടാത്ത 16,000 അധ്യാപകരാണ് സംസ്ഥാനത്തുള്ളത്. 1-2 വർഷമല്ല, 10 വർഷത്തിലേറെയായി ഇങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ട്. സംസ്ഥാനത്ത് പ്രൈമറി വിഭാഗം മുതൽ ഹയർ സെക്കൻഡറി വിഭാഗം വരെയായി അംഗീകാരമില്ലാത്ത 16,000 അധ്യാപക തസ്തികകൾ ഉണ്ടെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്ക്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്രം നിയമനാംഗീകാരം ലഭിക്കാത്ത 2,200ഓളം അധ്യാപക തസ്തികകൾ ഉണ്ടെന്നും അധ്യാപക സംഘടനാ നേതാക്കൾ പറയുന്നു. രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ അച്ഛനോടോ ഭർത്താവിനോടോ ബസ് ചാർജ് പോലും ചോദിക്കേണ്ട അവസ്ഥ താങ്ങാനാവുന്നതിനും അപ്പുറമാണെന്ന് നിയമനാംഗീകാരം ലഭിക്കാത്ത ഒരു അധ്യാപിക പറയുന്നു. അധ്യാപകർക്ക് അതും പറ്റില്ല. സംഭാവന ചോദിക്കാനോ പിരിവിനോ ആരെങ്കിലും വന്നാൽ ഓടി ഒളിക്കണം. നാട്ടുകാരുടെ കണ്ണിൽ ഞങ്ങൾ അധ്യാപകരാണല്ലോ എന്നാണ് അധ്യാപിക ചോദിക്കുന്നത്. ഇത്തരത്തിൽ 9-10 അധ്യാപകർ വരെ ജോലി ചെയ്യുന്ന സ്കൂളുകളുമുണ്ട്. ശനിയും ഞായറും ട്യൂഷൻ എടുത്തും ഡ്രൈവറായും നഗരത്തിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് നാട്ടിലെ കടകളിൽ കൊണ്ടുപോയി വിറ്റും കൂലിപ്പണി എടുത്തും മറ്റുമാണ് പലരും ജീവിക്കാനുള്ള വക കണ്ടെത്തുന്നത്. കുടുംബമായി ജീവിക്കുന്നവർ മുന്നോട്ട് പോകാനാവാതെ പെടാപ്പാടിലാണ്. ഈ അധ്യാപകർക്ക് അംഗീകാരം ലഭിക്കുന്നതുവരെ ദിവസവേതന അടിസ്ഥാനത്തിൽ ശമ്പളം നൽകുന്ന കാര്യമെങ്കിലും സർക്കാർ പരിഗണിക്കണമെന്നാണ് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് +2 ബാച്ചുകൾ അനുവദിച്ച 8 സ്കൂളുകളിലെ അധ്യാപകർക്ക് 10 വർഷമായി നിയമനാംഗീകാരം ലഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇവരുടെ തസ്തിക സൃഷ്ടിക്കുക പോലും ചെയ്തിട്ടില്ല. 56 അധ്യാപകരാണ് ഈ സ്കൂളുകളിൽ മാത്രമുള്ളത്. നിയമനാംഗീകാരം ലഭിച്ചിട്ട് വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിൽ വിവാഹിതരാവാത്ത അധ്യാപകർ വരെ ഇക്കൂട്ടത്തിലുണ്ട്. മാത്രമല്ല, സ്കൂൾ കഴിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് ഒരു മിഠായി വാങ്ങി കൊടുക്കാൻ പോലും പണമില്ലാതെ അധ്യാപകർ തല താഴ്ത്തി നിൽക്കണം. ശമ്പളമില്ലെന്ന് കുട്ടികളോട് പറയാൻ കഴിയില്ലല്ലോ എന്നും ഒരധ്യാപകൻ ചോദിക്കുന്നു. ആത്മഹത്യ ചെയ്ത കോഴിക്കോട് കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂൾ അധ്യാപിക അലീനയുടെ പിതാവ് പറയുന്നത്, മകളുടെ ശവശരീരം കയ്യിലെടുക്കേണ്ടി വന്ന ഹതഭാഗ്യനാണ് ഞാൻ. ഈ ഗതി ആർക്കും ഉണ്ടാവരുത്. ₹100 ശമ്പളമായി വാങ്ങിയിട്ടാണ് എൻ്റെ കൊച്ചു പോയതെങ്കിൽ ഇത്രയും സങ്കടം ഉണ്ടാവില്ലായിരുന്നു. സർക്കാരിലേക്ക് കൊടുക്കേണ്ട രേഖകൾ സ്കൂൾ മാനേജ്മെന്റ് കൃത്യസമയത്ത് നൽകിയില്ല. എന്നിട്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. സ്ഥിരം നിയമനമാണെന്ന് പറഞ്ഞാണ് ജോലി നൽകിയത്. PTA ഫണ്ടിൽ നിന്നോ മറ്റു ലഭിച്ച ചെറിയ തുക കൊണ്ടാണ് മോള് ജീവിച്ചു പോകുന്നത്. അവൾ കരയുന്നത് ഒരുപാട് തവണ കണ്ടിട്ടുമുണ്ട്. ശമ്പളമില്ലാത്തതിന്റെ മനപ്രയാസം കൊണ്ടാണ് മോൾ ഇത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിലുള്ള ദുരവസ്ഥ ഇനിയും ഉണ്ടാവാതിരിക്കണമെങ്കിൽ എല്ലാവരും ഒരുപോലെ മാറേണ്ടിയിരിക്കുന്നു. നിയമങ്ങൾ കർശനമാക്കേണ്ട സമയം അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്നു.